അപ്പൊ ഇന്നെന്തോ നാടൻ ഫുഡാണെന്ന് തോന്നുന്നല്ലേ? നമുക്ക് നെത്തോലി വാഴത്തലയും കൊണ്ടൊരു തോരൻ. വാഴത്തട നെത്തോലി വൃത്തിയാക്കി മുള്ളു മാറ്റിയെടുക്കണം. ഈ വാഴത്തല അരിഞ്ഞെടുക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തോരൻ. വാഴത്തട ഇത്രയും വേണോ? ഇത്രയും വാഴത്തല വേണ്ട. ഇതിൽ ഒരു പീസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആളുള്ള അനുസരിച്ചല്ലേ നമ്മൾ കറികൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതുപോലെ ആവശ്യത്തിന് 1-2 പീസ് എടുത്താൽ മതി. നെത്തോലി ഇച്ചിരി കൂടുതലിരിക്കുന്നത് നല്ലതാ. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് നെത്തോലി വൃത്തിയാക്കി മുള്ളു മാറ്റിയെടുക്കണം. വാഴത്തല അരിഞ്ഞു എടുക്കണം. മീൻ മുള്ളു കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് മുള്ളെല്ലാം മാറ്റി എടുക്കണം. വാഴത്തല ഇങ്ങനെ അരിയണം. നീളത്തിൽ അരിഞ്ഞ് ഇതിൻ്റെ വലയെല്ലാം നമ്മൾ കൈ ചുറ്റിച്ചെടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇതിനകത്ത് ഇനി ചേർക്കാനുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ തേങ്ങ, ചുവന്നുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പീസ് പുളി, ഇത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള മുളക്, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില. ഇനി നമുക്കിത് തോരനാക്കാം. ഇതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഈ ചെറിയ കഷ്ണം പുളി, ഈ ഉള്ളി ഇതിനകത്തേക്ക് ഇടണം. ഓരോത്തണ്ട് കരിയില്ല. ഇത്രയും കൂടെ അരച്ചെടുക്കണം. ചതച്ചാ മതി, അരയ്ക്കണ്ട, ചതച്ചാ മതി. ഈ ഒരു പരുവത്തില് അരപ്പ് ചതച്ചെടുക്കണം. തോരൻ തയ്യാറാക്കാനായിട്ട് വാഴത്തല ആദ്യം ചട്ടിയിലോട്ട് നമുക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വാഴത്തലയിലോട്ട് നമ്മൾ ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മൾ തീ കത്തിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ഈ വാഴത്തല പകുതി ഒരു വേവാവണം. എന്നിട്ട് അതിനകത്ത് നെത്തോലിയപ്പം ചേർത്ത് കൊടുക്കാം. നമുക്ക് തുറന്നിട്ട് വാഴത്തല കുറച്ച് വെന്തിട്ടുണ്ട്. ഈ കുറച്ചൊരു പകുതി വേവായാൽ മതി. പകുതി വേവാകുമ്പോഴത്തേക്ക് ഈ നെത്തോലി ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. വാഴത്തല വെന്ത് പകുതിയാകുമ്പോഴാണ് നമ്മൾ നെത്തോലി ഇടുന്നത്. നെത്തോലി മീൻ കുറച്ച് വേവല്ലേ ഉള്ളൂ, വലിയ വേവില്ലല്ലോ. അതുകൊണ്ട് മീൻ ഇട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തുറന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം അരപ്പ് നടുക്കോട്ടാക്കിയിട്ട് 4 വശത്തു നിന്ന് ഒന്ന് മൂടി വെച്ചു കൊടുക്കും.
നമ്മള് കുറച്ച് വെള്ളമേ ചേർത്തോളൂ. ആഴത്തലയിൽ നിറങ്ങി വെള്ളമാണ് ഇതിനകത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം അങ്ങ് വറ്റണം. ഈ അരപ്പും കൂടെ ഇതിന്റെ കൂടെ ഇരുന്ന് വെന്ത് ഇത് വറ്റി കഴിയുമ്പോൾ ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കണം. ഇത് തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഈ വെള്ളം വറ്റണം. വെള്ളം വറ്റിച്ച് തോർത്തണം. അപ്പോഴേ തോരൻ്റെ ഈ സമയത്തൊന്ന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ വേണം. ഇനി ഇത് നമ്മൾ അടച്ചു വെക്കണ്ട കേട്ടോ. അത് അല്ലാതെ തുറന്ന് തന്നെ ഇരുന്ന് ഇതിന്റെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇവിടെ തോരനകത്തുള്ള വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം. ഇതിനകത്തോട്ടങ്ങ് ഒഴിക്കാം. നമ്മുടെ വാഴത്തല നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.